വാർഷിക അനുസ്മരണം നടത്തിയ പോരാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ സർക്കുലേഷനിൽ കൂടി പ്രബോധ ട്രസ്റ്റിൽ ഒരു തീരുമാനമെടുത്തു. MK സാനു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുവാൻ നമ്മൾ പ്രബോധ ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം MK സാനു മാഷ് ഒരു മാതൃകയാണ്. EMS പഠന ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഈ പ്രബോധ ട്രസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഠന ഗവേഷണ കേന്ദ്രം നമ്മൾ ഔപചാരികമായ ഉദ്ഘാടനം അധികം താമസിയാതെ ചെയ്യും. അതിൽ പ്രൊഫസർ വിനോദ് കുമാർ കല്ലൂരിക്കൽ ആയിരിക്കും അതിന്റെ ചെയർമാനും ഡയറക്ടറുമായിട്ടുള്ളതാണ്. പിന്നെ IIT നിന്ന് PhD പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്ത ഡോക്ടർ ദയാൽ പലേരി അതിലുണ്ടാവും. ഞാൻ അതിലുണ്ട്. അതിൽ പ്രബോധ ട്രസ്റ്റ് ഡോക്ടർ K രാധാകൃഷ്ണൻ നായരുണ്ട്. വാർത്തയിലെ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ CVK ജോസഫ് ഉണ്ട്. ഡോക്ടർ എൽസമ്മ ജോസഫ്, MR ഗീത മേഡം, അങ്ങനെ 13 പേര് അടങ്ങുന്ന അഡ്വക്കേറ്റ് DG സുരേഷ്, ഡോക്ടർ ഉഷാ കിരൺ, 13 പേര് അടങ്ങുന്ന ഒരു ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് ഇനി അതിന്റെ ഭാവി പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കും. കാരണം സാനുമാഷ ചിന്തകളും സാനുമാഷ ലോകവും വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും അതിന്റെ ഒരു ഉദ്ദേശം. കാരണം സാനുമാഷ ഈ പുസ്തകങ്ങൾ തന്നെ ഒരു വേണ്ട രീതിയിൽ സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചാൽ തന്നെ അത് തന്നെ വലിയ കാര്യമായിരിക്കും നാം വിചാരിക്കുന്നത്. അതൊരു കാര്യം. കൂടാതെ പല രീതിയിലും മാഷ ചിന്തകൾ നമുക്ക് സമൂഹത്തിൽ എത്തിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ കൊച്ചിനെ കുറിച്ചും കേരളത്തെ കുറിച്ചും സാംസ്കാരിക ചരിത്ര മുന്നേറ്റത്തെ കുറിച്ചും എല്ലാം പഠിക്കാനും ഉള്ള ഒരു അവസരമുണ്ടോ. കാലക്രമത്തിൽ വലിയൊരു പ്രസ്ഥാനമായിട്ട് അത് മാറും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് സർക്കുലേഷനിൽ കൂടി നമ്മളത് ഗ്രൂപ്പിലൊക്കെ അങ്ങനെ തീരുമാനമായിട്ട് അതൊരു അനൗൺസ്മെന്റ് ആയിട്ട് ഞാൻ പറയാണ്. ഞാൻ അടുത്തത് അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ബാക്കിയുള്ളവർക്ക് സംസാരിക്കാവുന്നതാണ്.